ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ 10 ദിവസം പിന്നിടുകയാണ്. ഇന്നലെ ട്രക്ക് നദിക്കടിയിൽ കണ്ടെത്തിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ലോറി ഉയർത്താൻ കഴിയുമെന്നും ക്യാബിനുള്ളിൽ നിന്ന് അർജുനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് അങ്ങേയറ്റം വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് ഇരുന്നത്. ഇന്ന് നാവികസേനാ അംഗങ്ങൾക്ക് പുഴയുടെ അടിഭാഗത്തേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ശക്തമായ അടിയൊഴുക്ക് തന്നെയായിരുന്നു. കാരണം നാവികസേനാ അംഗങ്ങൾ, മുങ്ങൽ വിദഗ്ധർ എന്നിവരുടെയൊക്കെ തിരച്ചിൽ നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്രമാത്രം പ്രതികൂല കാലാവസ്ഥയിലൂടെയായിരുന്നു ഇന്ന് ഗംഗാവലി നദി ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ദൗത്യ സംഘാംഗം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും അതോടൊപ്പം കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലുമാണ് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. 4 ലോഹഭാഗങ്ങളുടെ സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അർജുന്റെ ട്രക്കിൻ്റേതു തന്നെ എന്ന് തന്നെയാണ് ദൗത്യസേന അംഗങ്ങൾ വിശദീകരിക്കുന്നത്. ട്രക്കും ക്യാബിനും വേർപെടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വേർപെട്ടിട്ടുണ്ടോ എന്നുള്ളതും അറിയാൻ സാധിക്കുന്നില്ല. പുഴയിലേക്ക് പതിച്ച സമയത്ത് ട്രക്കിന് മുകളിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ അത് കയറിൽ നിന്ന് വിട്ട് പൊട്ടി അത് മാത്രമാണ് നദിയിലേക്ക് ഒഴുകിപ്പോയത്. ബാക്കി ഭാഗങ്ങളൊക്കെ ലോറി നദിക്കടിയിൽ മണ്ണിൽ തന്നെ പുതഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ആയിരിക്കും. എന്തായാലും ഇനി കണ്ടെത്തേണ്ടത് ഈ ലോറിയുടെ ഏത് ഭാഗത്തായിട്ടാണ് ക്യാബിൻ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. തലകീഴായി മറിഞ്ഞതുകൊണ്ട് തന്നെ ക്യാബിൻ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇന്ന് മുഴുവൻ നടത്തിയ തിരച്ചിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. നദിയുടെ അടിത്തട്ടിലേക്ക് നാവികസേന അംഗങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. അതിശക്തമായ അടിയൊഴുക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ചെളി നിറഞ്ഞതായതുകൊണ്ട് തന്നെ ഒന്നും വ്യക്തമായും കാണാൻ സാധിച്ചിരുന്നില്ല. ജീവൻ പണയം വെച്ച് തന്നെയാണ് നാവികസേനാ അംഗങ്ങൾ ആദ്യഘട്ട തിരച്ചിൽ നടത്തിയത്. പക്ഷേ യാതൊരു വിധത്തിലും ഈ ലോറിക്കടിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും 4 ലോഹഭാഗങ്ങളുടെ സാന്നിധ്യമാണ് റഡാർ സിഗ്നലിലൂടെ ലഭിച്ചത്. ഇന്ന് രാത്രിയോടുകൂടി അത് കൂടുതൽ വ്യക്തതയോടുകൂടി വരും. രാത്രി തണുപ്പാകുന്നതോടുകൂടി ഈ സിഗ്നലിന്റെ സാന്നിധ്യം കൂടുതൽ വ്യക്തമാകുമെന്നാണ് ദൗത്യസേനാംഗം അറിയിച്ചത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അറിയിച്ചത്. തുടർന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മാധ്യമങ്ങളോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. യാതൊരു ഉദാസീനതയും ഇല്ലാതെ തന്നെയാണ് അവർ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടത് എന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ബാക്കി മാധ്യമ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. നിലവിലിപ്പോൾ എല്ലാ തിരച്ചിലുകളും നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് കാരണം. ശക്തമായ മഴയും കാറ്റുമാണ് ഷിരൂരിൽ. നാളെയും ഷിരൂരിൽ ഓറഞ്ച് അലേർട്ടാണ്. അതും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രക്ക് കണ്ടെത്തി എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയായിരുന്നു. എത്രയും പെട്ടെന്ന് ക്യാബിനുള്ളിലേക്ക് പരിശോധന നടത്താമെന്നാണ് അനുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥ ഇതിന് കനത്ത തിരിച്ചടിയായി മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കനത്ത മഴ തന്നെയാണ് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിലായി തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരികയാണ്. കാരണം കനത്ത അടിയൊഴുക്കാണ് പ്രധാന പ്രശ്നമായി മാറുന്നത്. നാവികസേന അംഗങ്ങൾക്ക് ട്രക്കിൻ്റെ അടുത്തേക്കും ക്യാബിനുള്ളിലേക്കും പരിശോധിക്കാൻ സാധിക്കാത്ത വിധമുള്ള ചെളി നിറഞ്ഞ അവ്യക്തമായ ശക്തമായ ഒഴുക്കാണ് നദിക്കടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളത്തെ ദിവസം അതും ഏറെ നിർണായകം തന്നെയാണ്. അതിനു മുൻപ് ഇന്ന് രാത്രിയോടുകൂടി തന്നെ കൂടുതൽ വ്യക്തമായ സിഗ്നലുകൾ ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാം എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, രക്ഷാ ദൗത്യ സംഘാംഗം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും അതോടൊപ്പം കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മാധ്യമങ്ങളോട് രക്ഷാ ദൗത്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. എന്തൊക്കെയായിരുന്നു അവർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു പ്രതീക്ഷയോടെയായിരുന്നു ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചത്. അത് കൃത്യമായ രീതിയിലേക്ക് ഇന്ന് ലോറി പുറത്തെടുക്കാനാകുമെന്നുള്ള ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയായിരുന്നു ഇന്നത്തെ തെരച്ചിലുണ്ടായിരുന്ന. കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച്, കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചെല്ലാം തന്നെ ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ മഴ വലിയ രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഈ ലോറി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്, അവസാനിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുമെന്നുള്ള ഒരു നിർണായക വിവരം കൂടിയാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ കാർവാർ MLA അടക്കമുള്ളവർ ഇപ്പോൾ അല്പസമയങ്ങൾക്കുള്ളിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നാവികസേനയുടെ വിദഗ്ധരടക്കമുള്ള സംഘം ഈ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായ രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ തിരച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, ഈ 4 ലോഹങ്ങളാണ് ഇന്ന് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ലോറിയുടെ ഭാഗം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നു. കാരണം മഴയുടെ ഒരു വലിയ പ്രശ്നം, പ്രതിസന്ധിയെല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ ഡ്രോൺ പരിശോധനയിലടക്കം ഈ ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ 4 പരിശോധനയിലും അത് തെളിഞ്ഞിരിക്കുന്നത്. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം ആയിരുന്നു ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയേണ്ടത്. അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെ ഒരു നാടൊന്നാകെ കാത്തിരിക്കുകയാണ്. അതിനുള്ള ഒരു പരിശ്രമം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. പക്ഷേ ഇതുവരെയും അതിന് അനുകൂലമായ അല്ലെങ്കിൽ ആശാവഹമായ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ വീണ്ടും തിരച്ചിൽ നടത്താനുള്ള ഒരു ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്താനുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ രാത്രിയിൽ നടത്തുകയാണെങ്കിൽ നാളെ വീണ്ടും കൃത്യമായി തന്നെ ഈ നദിയിലുള്ള പരിശോധന പകൽ കൃത്യമായി നടത്താൻ കഴിയുമെന്നാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയുള്ള രാത്രി പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ആ ഭാഗം കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്തായാലും കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകളടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, കൂടുതൽ ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിലുണ്ടായ വീഴ്ചകളൊക്കെ തന്നെ നമ്മൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ലോറി മണ്ണിൽ ഉറച്ച നിലയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ലോറി 3ാമത്തെ സ്പോട്ടിൽ നമുക്കറിയാം ഇന്നലെ കൃത്യമായ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നത്. 3ാമത്തെ സ്പോട്ടിലാണ് ഈ ലോറി ഉള്ളത്. അവിടെ തന്നെയാണ് കൂടുതൽ തെരച്ചിൽ നടത്തുകയും ചെയ്തത്. പക്ഷേ അതിനുള്ളിൽ ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാത്രി വീണ്ടും ഒരു പരിശോധന നടത്തുന്നു. പക്ഷേ ഇന്ന് പല തവണയും ഈ നേവിയുടെ അടക്കമുള്ള മുങ്ങൽ വിദഗ്ധർ ഈ ഒരു ലോറിയുടെ ഭാഗത്തേക്ക് എത്താനുള്ള ഒരു ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ നേരങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ തിരച്ചിൽ സംഘത്തിന് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. കൃത്യമായി തന്നെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ലോറിയിൽ നിന്നും തടി നഷ്ടപ്പെട്ടിരുന്നു. ആ തടി കണ്ടെത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നത്. അതിലേറ്റവും പറയുന്നത് ഈ മലയിടിച്ചിൽ ഉണ്ടായ ഉടൻ തന്നെ ഈ ലോറി അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടാകില്ല. 30 ടൺ ഭാരമാണ് ഈ തടിക്ക് ഉള്ളത്. ആ തടി ഒഴുകിപ്പോയതിനു ശേഷമായിരിക്കും ലോറി താഴേക്ക് പതിച്ചിരിക്കുന്നത് എന്നാണ് ഒരു നിഗമനത്തിലേക്കെല്ലാം തന്നെ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നദിയിലേക്ക് ഡൈവ് ചെയ്യാനുള്ള സാധ്യത വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അടിത്തട്ടിൽ അതിഭീകരമായ ഒഴുക്കാണ് ഉണ്ടാകുന്നത്. പലതവണ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ പലതവണ ആവർത്തിച്ച് കാണിച്ചതാണ്. ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പലതവണയും ഇതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും പ്രതീക്ഷിച്ച പോലെ നടന്നിട്ടില്ല. എന്തായാലും ഇന്ന് കണ്ടെത്തുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നത്. ആ ഒരു അർജുൻ ജീവനോടെ തിരിച്ചെത്തുമെന്നുള്ള ഒരു വാർത്തയ്ക്കായി ആ ഒരു വലിയ പ്രതീക്ഷയോടെ ഈ നാടൊന്നാകെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല. അതിന്റെ ഒരു നിരാശ കൂടിയുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എല്ലാ പ്രതീക്ഷകളും ഇന്ന് വിഫലമായിരിക്കുകയാണ്. എന്തായാലും നാളെ വീണ്ടും പരിശോധന നടത്താനുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ തന്നെ എത്രയും പെട്ടെന്ന് ഈ ലോറി കണ്ടെത്തുക, അതിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചോദിച്ചതനുസരിച്ചിട്ട് ഈ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ലോറിക്കുള്ളിൽ നിന്നും അർജുൻ പുറത്തേക്ക് ഇറങ്ങി നടക്കമുള്ള കാര്യങ്ങൾ ഇതുവരെയും സ്ഥിരീകരിക്കാൻ പറ്റിയില്ല. അതിന് തക്ക രീതിയിലുള്ള ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്ന് കൂടിയാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് അധികൃതർ പോവുകയും ചെയ്തത്.
ചെയ്യുന്നത്. ശാസ്ത്രീയമായുള്ള പരിശോധനകൾ തന്നെ നടത്തുന്നു. ലോറിയും അതോടൊപ്പം തന്നെ ക്യാബിനും വേർപെട്ട് പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കമ്പനിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നതെന്നാണ് ഇവർ പറയുക. എന്തായാലും കൂടുതൽ ശാസ്ത്രീയമായ പരിശോധന തന്നെയാണ് ഇവിടെ നടത്തുക. എന്തായാലും ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളിൽ അവിടെ നിന്നും പകർത്തി നൽകിയതുപോലെ തന്നെ ആദ്യം ആ ഒരു ടവർ ആയിരിക്കും ഈ വെള്ളത്തിന് അടിയിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം ലോറി വന്ന് പതിക്കുന്നു. ലോറിയിൽ നിന്നും ഈ തടികൾ ഒന്നാകെ ഒഴുകിപ്പോകുന്നു. അതിന്റെ തടികൾ തന്നെ ആയിരിക്കാം ഇന്ന് ലഭിച്ചതെന്ന് ശരി അരുൺ, എന്തായാലും ശാസ്ത്രീയമായ പരിശോധനകൾ തന്നെയാണ് ഇനി തുടർന്നും ഉണ്ടാകേണ്ടത്. അരുൺ.